സുന്ദരഗ്രാമമായ പാലക്കാട് കൊല്ലങ്കോട്ടേക്ക് സഞ്ചാരികളുടെ ഒഴുക്കാണ്. ഓണം അവധി ആഘോഷിക്കാൻ നൂറുകണക്കിന് വിനോദസഞ്ചാരികളാണ് കൊല്ലങ്കോട് എത്തുന്നത്. മുൻപത്തേക്കാൾ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിച്ചതും വിനോദസഞ്ചാരികൾ കൊല്ലങ്കോട്ടേക്ക് ഒഴുകിയെത്താൻ കാരണമായിട്ടുണ്ട്. അരുൺ ആലത്തൂർ തയ്യാറാക്കിയ കൊല്ലങ്കോട്ടെ കാഴ്ചകളിലേക്ക്. ഓണക്കാലം യാത്രകളുടെ കാലം കൂടെയാണ്. മനോഹരമായ ഡെസ്റ്റിനേഷനുകൾ കണ്ടെത്തി മലയാളികൾ യാത്ര ചെയ്യുന്ന കാലം. ഇപ്പോൾ മലയാളികളുടെ ബക്കറ്റ് ലിസ്റ്റിൽ ഇടം നേടിയിരിക്കുന്ന ഒരു പ്രദേശമാണ് പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട്. ഓണം അവധി ആഘോഷിക്കാൻ നിരവധി മലയാളികളാണ് കൊല്ലങ്കോട്ടേക്ക് ഒഴുകിയെത്തുന്നത്. സീതാർകുണ്ട്, ചിങ്ങഞ്ചിറ, വെള്ളരിമേട്, വാമല തുടങ്ങിയ പ്രദേശങ്ങളൊക്കെയാണ് കൊല്ലങ്കോട് പ്രധാനമായും കാണാനായുള്ളത്. ഒപ്പം നാട്ടുവഴികളും വയലോലകളുമൊക്കെ ഏറെ മനോഹരമാണ്. എന്ന പേരിൽ വനം വകുപ്പ് കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയതോടുകൂടെ സീതാർകുണ്ട് വെള്ളച്ചാട്ടവും കൂടുതൽ മനോഹരമായിട്ടുണ്ട്. മുൻപ് കണ്ടവർക്ക് പോലും ഇപ്പോൾ സീതാർകുണ്ട് ഒരു നവ്യാനുഭവമാണ്. ഓണക്കാലത്ത് ആയിരക്കണക്കിന് കാറുകൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വന്നിട്ടുള്ള ആൾക്കാർ കംപ്ലീറ്റ് ഇവിടെ പാടം, താമരപ്പാടം മാത്രമല്ല ഒരുപാട് കൃഷിസ്ഥലവും കണ്ട്, അതുപോലെ തന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ സീതാർകുണ്ട് വാട്ടർഫാൾസ്, പ്രകൃതി സുന്ദരമായിട്ടുള്ള സ്ഥലം, ഇതെല്ലാം കണ്ട് ആസ്വദിച്ചിട്ട് സഞ്ചാരികൾ മടങ്ങിപ്പോകാറുണ്ട്. അവർക്ക് വളരെ തൃപ്തിയായിട്ടാണ് മടങ്ങിപ്പോകാറുള്ളത്. കുടിലിടം, താമരപ്പാടം എന്നിവിടങ്ങളിൽ വയലുകൾക്ക് മധ്യത്തിൽ കർഷകർ ഒരുക്കിയ മനോഹര കാഴ്ചകളും കൊല്ലങ്കോടുണ്ട്. ഈ നാടും ഇങ്ങനെയുള്ള നാടൻ രീതിയിലുള്ള കൃഷികൾ കാണാനായിട്ട് ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെ വരാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ കൃഷിക്കാരനെയാണ് ഇത് മുഴുവൻ നടത്തുന്നതും ചെയ്യുന്നതും. സ്വന്തം കൃഷിക്കാരൻ്റെ ഒരു ഫ്ലവർ ഷോ ആയിട്ടാണ് ചെയ്യുന്നത്. ഇതിനിപ്പോൾ ആരുടെ ഒരു സപ്പോർട്ടൊന്നുമില്ല, സർക്കാരിൻ്റെയോ ഡിപ്പാർട്ട്മെൻറ്റ് ഒന്നുമില്ല. ഒരു കർഷകൻ എന്നുള്ള നിലയ്ക്ക് ഒരു കൃഷിക്കാരനെ കൊണ്ട് എത്രത്തോളം നല്ല രീതിയിൽ ഒരു ഫ്ലവർ ഷോ ഒരുക്കാൻ പറ്റും അത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ജനങ്ങളത് ഭയങ്കരമായിട്ട് ഏറ്റെടുത്തത് കാണാൻ ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നപ്പോൾ ഉണ്ട്. ഓണം കാണണമെങ്കിൽ ശരിക്കും അവർ കൊല്ലങ്കോട് വരണമെന്നാണ് പറയാം. കൊല്ലങ്കോട് വന്നുപോയ ഓണത്തിന് വന്നുപോയതിൻ്റെ ഒരു പ്രതീതി ഉണ്ടെന്നാണ് വരുന്ന ആളുകളുടെ അഭിപ്രായം. കാരണം ഇവിടെ വരുമ്പോൾ ഈ ആ നാടൻ രീതിയിലുള്ള പൂക്കളും നെൽകൃഷികളും ഈ മലകളും, ഇത് ആ നാച്ചുറാലിറ്റി കാണാൻ പറ്റുന്നൊരു സ്ഥലം എന്നുള്ളതാണ് ടൂറിസ്റ്റ് വരുന്നവരെല്ലാവരും പറയുന്നത്. ആദ്യമായിട്ടാണ് വരുന്നത്. കണ്ണമ്പ്രയെന്നാണ് വരുന്നത്, വടക്കഞ്ചേരി കണ്ണമ്പ്രയെന്ന്. വളരെ ഭംഗിയായി തോന്നി. നല്ല നാച്ചുറൽ പ്രകൃതിയും ഇന്ത്യയിലെ തന്നെ നല്ലൊരു സ്ഥലമായിട്ടാണ്. പക്ഷേ ഞങ്ങൾ ഇതിലേക്ക് ഒരുപാട് ചിങ്ങഞ്ചിറയൊക്കെ വന്നിട്ടുണ്ട്, ഇവിടേക്ക് ആദ്യമായിട്ടാണ്. സൂപ്പർ സ്ഥലമാണ്. ഷൂട്ടിംഗ് പ്ലേസിനും നല്ല ഏരിയയാണ്. ഇന്നലെയാണ് ഇത് ഓപ്പൺ ചെയ്തത്. അടിപൊളി സ്ഥലം. ഇപ്പോൾ അവിടെയുള്ള താമരപ്പാടവും ഈ സീതാർകുണ്ടും അടിപൊളിയായിട്ട്. കരിമ്പ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ്. അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ വീട് വന്നിട്ട് തിരുവാലത്തൂർ കൊടുമ്പിലാണ്. പക്ഷെ കേട്ടിട്ടുണ്ട്, പക്ഷെ കണ്ടിട്ടില്ല. ഇന്നാണ് കണ്ടത്. ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് പോകാനേ തോന്നുന്നില്ല. അത്രയും
നല്ല എൻജോയ് ചെയ്തു. ഭിന്നശേഷി കുട്ടികളാണ് രണ്ടുപേരും. ഞങ്ങൾ കൊണ്ടുവരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുമാതിരി തോന്നി. പക്ഷെ കുട്ടികൾ വന്നപ്പോൾ ഇവിടുന്ന് പോകണമെന്നേ ഇല്ല, അവിടെ ഇരിക്കുകയാണ് അവർ. ഞാൻ ട്രിവാൻഡ്രത്താണ്. അപ്പോൾ ഞാൻ വെക്കേഷനായിട്ട് പാലക്കാട് വന്നതാണ്. അപ്പോൾ ഇവിടെ അടുത്തുള്ള താമരപ്പാടം കാണാൻ വന്നപ്പോൾ ഇങ്ങനെ ഒരു പ്ലേസ് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ കണ്ടപ്പോൾ തന്നെ നല്ലൊരു വൈബാണ്, ഏരിയയാണ്, നല്ല അടിപൊളിയാണ്. ഞങ്ങൾ മലപ്പുറത്ത് നിന്ന് വരികയാണ്. അപ്പോൾ ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ ഈ മല്ലികേറ്റും ഇതൊക്കെ ആയിട്ട് നല്ല ഫീലുണ്ട്. പാടൊക്കെ ഉഷാറായിട്ടുണ്ട്. ഉഗ്രനായിട്ടുണ്ട്, ഒന്നും പറയാനില്ല. ഞങ്ങൾ ഇവിടുത്തെ വേറെ സ്ഥലത്തെത്തി മാറി. ശരിക്കും കേരളത്തിന് ഗ്രാമീണത അറിയണമെന്നുണ്ടെങ്കിൽ കൊല്ലംകോട് തന്നെ വരണം. വേറെ ഒരു സ്ഥലം കണ്ടില്ല. പല സ്ഥലത്തും ഞങ്ങൾ പോയി, പക്ഷേ ഇത്രയും മനോഹര സ്ഥലം വേറെ കണ്ടില്ല. ഓണം മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഗൃഹാതുരത്വം ഉണർത്തുന്ന ഒരു ഉത്സവമാണ്. അതുപോലെ തന്നെ ഗൃഹാതുരത്വം ഉണർത്തുന്ന ഒരു പ്രദേശമാണ് കൊല്ലങ്കോട്. അതുകൊണ്ടുകൂടെയാണ് ഈ ഓണക്കാലത്ത് മലയാളികളുടെ വലിയ ഒഴുക്ക് തന്നെ കൊല്ലങ്കോട്ടേക്ക് ഉണ്ടായിരിക്കുന്നത്. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്.